Hi everyone, welcome to One Stop Mathematical Solution. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സെറ്റ് എക്സാം ജൂലൈ 2016 ക്വസ്റ്റ്യൻ പേപ്പറാണ്. First question 67. Let x is equal to set of all 1, 2, 3, 4, 5 and tau be the topology on x given by tau is equal to set of all x 5 set of 1, 2 set of 1, 2, 3. Let a is equal to set of all 3, 4 then a closure equal to നമുക്കൊരു സെറ്റ് എക്സും അതിലൊരു ടോപ്പോളജി ടൗവും എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 3, 4 ആണെങ്കിൽ എ ക്ലോഷറിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് നമുക്കിതിൽ യൂസ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ് നോക്കാം. എക്സ് ടോ എന്ന് പറഞ്ഞൊരു ടോപ്പോളജിക്കൽ സ്പേസും എ സബ്സെറ്റ് ഓഫ് എക്സ് ആണെങ്കിൽ എ എന്ന് പറയുന്ന പോയിൻ്റ് ബിലോങ്സ് ടു എ ക്ലോഷർ ആയിരിക്കും ഇഫ് ആൻഡ് ഓൺലി ഇഫ് എല്ലാ നെയ്ബർഹുഡ് യു ഓഫ് എനും യു ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് നോൺ എം ടി ആയിരിക്കണം. സെക്കൻഡ് കോൺസെപ്റ്റ് എക്സ് ടോ എന്ന് പറയുന്നൊരു ടോപ്പോളജിക്കൽ സ്പേസും എൻ സബ്സെറ്റ് ഓഫ് എക്സിൻ്റെ നെയ്ബർഹുഡ് ആയിരിക്കും ഇഫ് നമുക്കൊരു ഓപ്പൺ സെറ്റ് യു കണ്ടുപിടിക്കാൻ പറ്റണം സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ എക്സ് ആയിരിക്കണം. സോ ഇപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ നമുക്ക് ഗിവൺ എക്സ് ഇസ് ഈക്വൽ ടു 1, 2, 3, 4, 5 tau is equal to set of all x 5 set of 1, 2 set of 1, 2, 3 and a is equal to 3, 4. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ക്ലോഷറിൻ്റെ വാല്യൂ ആണ്. സോ ഫസ്റ്റ് ഞാൻ എക്സിലെ എല്ലാ പോയിൻറ്റ്സിനും ഞാൻ നെയ്ബർഹുഡ് കണ്ടുപിടിക്കുകയാണ്. സോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 1 belongs to capital X and capital X is completely contained in X. So by concept 2 x എന്ന് പറയുന്നത് നെയ്ബർഹുഡ് ഓഫ് 1 ആണ് and 1 belongs to set of all 1, 2 and 1, 2 subset of x ആണ്. സോ 1, 2 എന്ന് പറയുന്നത് നെയ്ബർഹുഡ് ഓഫ് 1 ആണ്. സിമിലർലി നമുക്ക് സെറ്റ് ഓഫ് ഓൾ 1, 2, 3 എന്ന് പറയുന്നത് നെയ്ബർഹുഡ് ഓഫ് 1 എന്ന് കിട്ടും. സോ നെയ്ബർഹുഡ് ഓഫ് 1 എന്ന് പറയുന്നത് എക്സ് 1, 2, 1, 2, 3 ആണ്. സിമിലർലി നമുക്ക് നെയ്ബർഹുഡ് ഓഫ് 2 എന്ന് പറയുന്നത് എക്സ് സെറ്റ് ഓഫ് ഓൾ 1, 2 സെറ്റ് ഓഫ് ഓൾ 1, 2, 3. നെയ്ബർഹുഡ് ഓഫ് 3 എന്ന് പറയുന്നത് എക്സ് 1, 2, 3. നെയ്ബർഹുഡ് ഓഫ് 4 and 5 എന്ന് പറയുന്നത് എക്സ് ആണ്. ഇപ്പോൾ ഞാൻ എ ക്ലോഷറിൽ ഏതൊക്കെ പോയിൻ്റ് ലൈ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ സപ്പോസ് 1 ബിലോങ്സ് ടു എ ക്ലോഷർ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോൺസെപ്റ്റ് 1 വെച്ചിട്ട് യു ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് നോൺ എം ടി ആയിരിക്കണം ഫോർ ഓൾ ഓപ്പൺ നെയ്ബർഹുഡ്സ് യു ഓഫ് 1. ഇപ്പോൾ ഞാൻ നെയ്ബർഹുഡ് ഓഫ് 1 കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് എക്സ് 1, 2, 1, 2, 3. സോ ഇത് ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് നമുക്ക് നോൺ എം ടി ആയിട്ട് കിട്ടണം എല്ലാ ഓപ്പൺ നെയ്ബർഹുഡിനും. പക്ഷെ നമുക്ക് 1, 2 ഇൻ്റർസെക്ഷൻ 3, 4 എന്ന് പറയുന്നത് എം ടി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. സോ ദിസ് ഇംപ്ലൈസ് 1 ഇസ് നോട്ട് ആൻ എലമെൻറ്റ് ഇൻ എ ക്ലോഷർ. സിമിലർ ഹൈപ്പോത്തീസിസ് വെച്ചിട്ട് നമുക്ക് 2 ഡസൻ ബിലോങ്സ് ടു എ ക്ലോഷർ എന്ന് കിട്ടും. ഇപ്പോൾ 3 ബിലോങ്സ് ടു എ ക്ലോഷർ ആണ് ബിക്കോസ് എല്ലാ ഓപ്പൺ നെയ്ബർഹുഡ് ഓഫ് 3നും യു ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് നോൺ എം ടി ആണ് because x intersection a is non-empty and set of all 1, 2, 3 intersection a is non-empty. Similarly നമുക്ക് 4 ഉം 5 ഉം belongs to a closure ആണ്. therefore a closureലുള്ള പോയിൻറ്റ്സ് 3, 4, 5. സോ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ആണ്. Next question 68. Let x be the set of all real numbers and tau be the cofinite topology on x. Then which of the following sequence an is a non-convergent sequence in x? So നമുക്കൊരു സെറ്റ് എക്സും അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ടോപ്പോളജി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഏത് ഓപ്ഷനാണ് നോൺ കൺവേർജൻറ്റ് സീക്വൻസ് ഇൻ എക്സ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് നമുക്കിതിൽ യൂസ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ് നോക്കാം. ഫസ്റ്റ് കോൺസെപ്റ്റ് എക്സ് ഒരു ഇൻഫൈനൈറ്റ് സെറ്റും എക്സ് എന്ന് പറയുന്ന സീക്വൻസിൽ എല്ലാ പോയിൻറ്റ്സും ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് കൺവേർജൻ്റ് ആയിരിക്കും ഇൻ കോഫൈനൈറ്റ് ടോപ്പോളജി ഓൺ എക്സ്. കോഫൈനൈറ്റ് ടോപ്പോളജിയിൽ കൺവേർജൻറ്റ് സീക്വൻസ് ഏതർ ഈ 2 ഫോമിലേ ഉണ്ടാവുള്ളൂ. ഒരെണ്ണം ഒരു വാല്യൂ ഫൈനൈറ്റ്ലി മെനി ടൈംസ് റിപ്പീറ്റ് ചെയ്യണ്ടാവും, അല്ലെങ്കിൽ ഒരു വാല്യൂ എക്സാക്ട്ലി 1 ടൈം ഇൻഫൈനൈറ്റ്ലി മെനി ടൈംസ് ഒക്കർ ചെയ്യുന്നുണ്ടാവും. ബാക്കി ഒരു സീക്വൻസും കോഫൈനൈറ്റ് ടോപ്പോളജിയിൽ കൺവേർജൻ്റ് അല്ല. സോ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഓപ്ഷൻ ബി, സി, ഡിയിൽ
എല്ലാ പോയിൻറ്റ്സും ഡിസ്റ്റിങ് ടേംസ് ആണ്. സോ നമ്മുടെ കോൺസെപ്റ്റ് 1 വെച്ചിട്ട് ഈ എല്ലാ സീക്വൻസും കോഫൈനൈറ്റ് ടോപ്പോളജിയിൽ കൺവേർജൻസ് സീക്വൻസ് ആണ്. ആൻഡ് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഈ രണ്ട് പറഞ്ഞ കോൺസെപ്റ്റിലെ കേസസിൽ വരുന്നില്ല. സോ ഇതെന്ന് പറയുന്നത് നോട്ട് കൺവേർജൻ്റ് ഇൻ കോഫൈനൈറ്റ് ടോപ്പോളജി ആണ്. സോ നമുക്കിപ്പോൾ കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ്. Next question 72. For a subset A of topological space, let this symbol denote the interior of A and this symbol denote the closure of A. Then which of the following is true about a non-empty subset A of X? So നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിലേതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് ഫോർ എ സബ്സെറ്റ് ഓഫ് എക്സ്. സോ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സാമ്പിൾസ് വെച്ചിട്ട് ഓപ്ഷൻസ് ഡിസ്കാർഡ് ചെയ്തിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ ഇൻറ്റീരിയർ ഓഫ് എ ക്ലോഷർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റീരിയർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇപ്പോൾ ഞാൻ എക്സ് ഈക്വൽ ടു ആർ വിത്ത് യൂക്ലീഡിയൻ ടോപ്പോളജിയും എ ഈക്വൽ ടു ക്യൂ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് 5ഉം എ ക്ലോഷർ എന്ന് പറയുന്നത് 6ആയിട്ട് കിട്ടും. ആൻഡ് ഇൻറ്റീരിയർ ഓഫ് എ ക്ലോഷർ എന്ന് പറയുന്നത് ഈക്വൽ ടു ഇൻറ്റീരിയർ ഓഫ് ആർ വിച്ച് ഇസ് ഈക്വൽ ടു ആർ. സോ നമുക്കറിയാം ആർ നോട്ട് ഈക്വൽ ടു 5 ആണ്. ദെയർഫോർ interior of A closure not equal to interior of A. Option B, closure of A interior equal to A closure ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. സോ സെയിം എക്സും എ എടുക്കുകയാണ്. സോ അങ്ങനെ എടുക്കുമ്പോൾ എ ഇൻറ്റീരിയർ ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ക്ലോഷർ ഓഫ് എ ഇൻറ്റീരിയർ ഇസ് ഈക്വൽ ടു 5 ക്ലോഷർ ദാറ്റ് ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ആൻഡ് 5 നോട്ട് ഈക്വൽ ടു ആർ ആണ്. ദെയർഫോർ ക്ലോഷർ ഓഫ് എ ഇൻറ്റീരിയർ നോട്ട് ഈക്വൽ ടു എ ക്ലോഷർ എന്ന് കിട്ടും. ഓപ്ഷൻ ഡി, എ ക്ലോഷർ ഇസ് ഈക്വൽ ടു എ യൂണിയൻ എക്സ് മൈനസ് എ ഇൻറ്റീരിയർ. ഇവിടെ ഞാൻ എക്സ് ഈക്വൽ ടു ആർ വിത്ത് യൂഷ്വൽ ടോപ്പോളജിയും എ ഈക്വൽ ടു ഓപ്പൺ ഇൻ്റർവൽ 0 എടുക്കുകയാണ്. അങ്ങനെ എടുക്കുമ്പോൾ എ ക്ലോഷർ ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0 എ ഇൻറ്റീരിയർ ഇസ് ഈക്വൽ ടു ഓപ്പൺ ഇൻ്റർവൽ 0 സോ നമുക്ക് കിട്ടുന്നത് എ യൂണിയൻ എക്സ് മൈനസ് എ ഇൻറ്റീരിയർ ഇസ് ഈക്വൽ ടു ഓപ്പൺ ഇൻ്റർവൽ 0 യൂണിയൻ ആർ മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ എന്ന് കിട്ടും. സോ ആർ നോട്ട് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ആണ്. ഹെൻസ് എ ക്ലോഷർ നോട്ട് ഈക്വൽ ടു എ യൂണിയൻ എക്സ് മൈനസ് എ ഇൻറ്റീരിയർ. സോ നമുക്ക് ഓപ്ഷൻസ് എ ബി ഡി എക്സാമ്പിൾസ് വെച്ചിട്ട് റോങ് ആണ് തെളിയിച്ചു. സോ നമ്മുടെ ഓപ്ഷൻ സി ദാറ്റ് ഇസ് തേർഡ് ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. Next question, question 73. Which of the following pairs of topological spaces are homeomorphic? Here R is this real line and Q is the subspace of rational. സോ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ഹോമിയോമോർഫിക് സ്പേസസ് ആണെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ് നോക്കാം. ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ എന്ന് പറയുന്നത് ഒരു ഹോമിയോമോർഫിസം ആയിരിക്കും ഇഫ് എഫ് എന്ന് പറയുന്നത് ഒരു ബൈജക്റ്റീവ് ബൈ കണ്ടിന്യൂസ് മാപ്പ് ആയിരിക്കണം. ദാറ്റ് ഈസ് എഫ് എന്ന് പറയുന്നത് 1 ഓൺ ടു ആൻഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം. ഓൾസോ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം. എം നോട്ട് ഈക്വൽ ടു എൻ ആണെങ്കിൽ ആർ എം ആൻഡ് ആർ എൻ എന്ന് പറയുന്നത് ഹോമിയോമോർഫിക് അല്ല. ഏതൊരു പോയിൻറ്റ്സ് എ ലെസ് ദാൻ ബിനും എ ബി എന്ന് പറയുന്നത് ഹോമിയോമോർഫിക് ടു ആർ ആയിരിക്കും. ഏത് രണ്ട് ഹോമിയോമോർഫിക് സ്പേസസിനും സെയിം ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ കോമ്പാക്ട്നെസ്, കണക്റ്റഡ്നെസ്, ഹോസ്ട്രോഫ്, ടോട്ടലി ബൗണ്ടഡ് എക്സെട്ര. സോ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. So first option R and R square. So by concept 2 M not equal to N ആണെങ്കിൽ RM and RN are not homeomorphic. So ഇവിടെ 2 not equal to 1 ആണ്. So R and R2 are not homeomorphic. Second option Q and R minus Q. So suppose Q and R minus Q homeomorphic ആണെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ F ഫ്രം ക്യൂ ടു ആർ ബൈ ക്യൂ എന്ന് പറയുന്ന ഒരു ബൈജക്റ്റീവ് ആയിരിക്കും. ബൈജക്റ്റീവ് ആണെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് ക്യൂ ഇസ് ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ആർ മൈനസ് ക്യൂ.
പക്ഷേ അത് പോസിബിൾ അല്ല, ബിക്കോസ് ആർ ബൈ ക്യൂ അൺകൗണ്ടബിളും ക്യൂ കൗണ്ടബിളുമാണ്. സോ ക്യൂ ആൻഡ് ആർ മൈനസ് ക്യൂ എന്ന് പറയുന്നത് ഹോമിയോമോർഫിക് അല്ല. ആർ ആൻഡ് ഓപ്പൺ ഇൻ്റർവൽ 0, 1 ഇത് ഒബ്വിയസ്ലി ഹോമിയോമോർഫിക് ആണ് ബൈ കോൺസെപ്റ്റ് 3. ഫോർത്ത് ഓപ്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 ആൻഡ് ഓപ്പൺ ഇൻ്റർവൽ 0, 1. നമുക്കറിയാം ഹോമിയോമോർഫിക് സ്പേസസിന് എപ്പോഴും സെയിം ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കണം. പക്ഷേ നമ്മുടെ ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 എന്ന് പറയുന്നത് കോമ്പാക്റ്റും ഓപ്പൺ ഇൻ്റർവൽ 0, 1 നോട്ട് കോമ്പാക്റ്റുമാണ്. സോ ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 ഓപ്പൺ ഇൻ്റർവൽ 0, 1 ഹോമിയോമോർഫിക് അല്ല. സോ നമ്മുടെ ഓപ്ഷൻ 3 ആണ് ഹോമിയോമോർഫിക് സ്പേസസ്.